ഹായ്, അടിപൊളി പ്ലം കേക്ക് ഉണ്ടാക്കിയാലോ മിക്സിയിൽ. ക്രിസ്തുമസ് പ്ലം കേക്ക്. അതിനായി ഞാൻ ഇങ്ങനെയുള്ള പാത്രം എടുത്തിട്ടുണ്ട്. ഒന്ന് കേക്ക് ടിന്നാണ്, 6 വിചാരിച്ചത്, പക്ഷെ ഒന്ന് കിട്ടിയിട്ടില്ല. അതുകൊണ്ടാണ് ഒന്ന് കേക്ക് ടിന്നെടുത്തത്. ഗീയോ ബട്ടറോ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തിക്കണം, എന്നാലും ഇത് പെട്ടെന്ന് ഇളകി കിട്ടുകയുള്ളൂ. ഈ പാത്രമാണ് പെർഫെക്റ്റ്. ഞാൻ ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് വീതം ഇട്ട് കൊടുക്കണം. അതുപോലെ കറുത്ത മുന്തിരി 1/4 കപ്പ് ഇട്ട് കൊടുക്കണം. അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ 1/4 കപ്പിന് ഇട്ട് കൊടുത്തു. എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളൂ, അതുകൊണ്ട് 1/4 കപ്പിൽ താഴെ ഇട്ട് കൊടുത്തിന്. അതവിടെ മാറ്റി വെച്ച ശേഷം 3/4 കപ്പ് പൊടിക്കാത്ത പഞ്ചസാര ഇട്ട് കൊടുക്കാം, മീഡിയം ടു ലോ ഫ്ലെയിമിൽ. എന്നിട്ട് 2-3 ടേബിൾ സ്പൂൺ കുറച്ചിച്ചം വെള്ളം ഒഴിച്ചു കൊടുക്കാം, 3 ടേബിൾ സ്പൂണോളം. ഇതുപോലെ ആദ്യം ഉണ്ടായിനി, പക്ഷെ പെട്ടെന്ന് കാരമലൈസ് ചെയ്ത് കിട്ടീനി. നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. പിന്നെ ഇതിൻ്റെ അപ്പുറം കളർ മാറരുത്, ഈ കളർ തന്നെ ആയിരിക്കണം. പിന്നെ കേക്കിൻ്റെ രുചി പോയി, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കാരമലൈസ് ചെയ്യുന്നത് 3/4 കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുക്കണം. തെറിക്കരുത്, നമ്മുടെ മുഖത്ത് തെറിക്കും. അതുകൊണ്ട് ശ്രദ്ധിച്ചിട്ട് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ കട്ടയുണ്ടാകും, പക്ഷെ ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിച്ചാൽ കട്ടയൊക്കെ മാറിക്കോളും. അതും അവിടെ മാറ്റി വയ്ക്കാം. 1/2 കപ്പ് മൈദ ഇട്ട് കൊടുക്കണം. 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. എല്ലാം കൂടിയിട്ട് നന്നായി അരിച്ചെടുക്കണം. വിസ്കോ ഫോർക്കോ കൊണ്ട് ഒന്നുകൂടി യോജിപ്പിക്കണം, എന്നാലേ കേക്ക് നന്നായി കിട്ടുകയുള്ളൂ. ഇത് മിക്സായതിലാണ് കേക്ക് പൊങ്ങി വരികയും താഴാതിരിക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇനി മിക്സി ജാർ എടുക്കാം. അതിലേക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഗ്രാമ്പു, ഏലക്കായ, പട്ടയില്ലേ, അത് പൊടിച്ചതാണ്, അത് 1 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണിൽ കൂടരുത്. ഇനി 6 മുട്ട പൊട്ടിച്ച് വയ്ക്കാം അതിലേക്ക് തന്നെ. 1 കിലോ കേക്കിൻ്റെ കണക്കിന് താഴെ എഴുതി കാണിക്കാം. 3 മുട്ടയാണ് വേണ്ടത്. 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി അടിച്ചെടുത്ത ശേഷം അതിലേക്ക് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. നന്നായി അടിച്ചെടുത്ത ശേഷമാണ് 1 ടീസ്പൂൺ തേനും ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ വാനില എസൻസും. രണ്ടാമത്തെ പ്രാവശ്യം കൂടി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ടൂട്ടി ഫ്രൂട്ടി എടുത്തിട്ട് അതിലേക്ക് 1 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കുക. ഈ സമയത്തെ അങ്ങനെ ചെയ്യാൻ പാടുള്ളൂ. ഇങ്ങനെ ചെയ്യുന്നത് തന്നെ കേക്കിൻ്റെ മുകളിൽ ഇത് വന്ന് നിൽക്കാനാണ്, താഴാതെ എല്ലാ ഭാഗത്തും എത്തിക്കണം. ഇനി നമ്മൾ ഉണ്ടാക്കുന്ന പാത്രത്തിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മൊത്തത്തിൽ മിക്സ് ആക്കി കൊടുക്കാം. അതിലേക്ക് മിക്സി ജാറിൽ 6 മുട്ട അടിച്ചെടുത്തിട്ടില്ലേ, അത് 2-3 പ്രാവശ്യമായി ഒഴിച്ചു കൊടുക്കണം. അതിൻ്റെ ഇടക്ക് അരിച്ച മൈദയില്ലേ, അതും 2-3 പ്രാവശ്യം ഇട്ട് കൊടുക്കണം. രണ്ടും ഇടവിട്ട് ഇട്ട് കൊടുക്കണം. നല്ല കേക്കാണ്. ഓർഡറുകാർക്കൊക്കെ നന്നായി ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. ഇത് പ്ലം എസൻസ് ആണ്. ഇത് 2-3 ഡ്രോപ്പ് ഒഴിച്ചു കൊടുക്കണം. അതിലേക്ക് 1/2 കപ്പോളം നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത പഞ്ചസാര ഇല്ലേ, അത് ഒഴിച്ചു കൊടുക്കാം. അത് 7 കേക്കിന് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കല്ലേ. ഈ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും അതുപോലെ തന്നെ ടൂട്ടി ഫ്രൂട്ടി എല്ലാം ഈ 7 കേക്കിന് എടുത്തിരുന്നു. ഇതുപോലെ ഒഴിച്ചു കൊടുക്കണം. അരഭാഗം ഒഴിച്ചു കൊടുക്കേണ്ടത്, ബാക്കി അരഭാഗം പൊങ്ങി വന്നോളും. മൊത്തത്തിൽ ഒഴിച്ചു കൊടുത്താൽ ബാക്കി പുറത്തേക്കാണ് വരിക, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാനിത് വെച്ച് കൊടുത്തിട്ടുണ്ട് ലോ ഫ്ലെയിമിൽ. ഹോൾസൊക്കെ അടച്ചിട്ടുണ്ട്. 55 മിനിറ്റ് എടുത്തിന് ഇത് ഇതുപോലെ നന്നായി പെർഫെക്റ്റായി വരാനൊന്ന് കുത്തി കൊടുത്ത് നോക്കാം. മാവൊന്നും പിടിച്ചിട്ടില്ല. ചിലപ്പോൾ 1 മണിക്കൂർ എടുക്കും. സാധാ കേക്കിൻ്റെ ഒന്നും മാതിരിയല്ല. പിന്നെ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ എടുക്കാം, കാരണം ഇത് പേപ്പറിൻ്റെ അല്ലേ, ടിന്നിൻ്റെ ആണ്. നമ്മളെ കൈ അങ്ങ് പൊള്ളിപ്പോകും. ഇതൊക്കെ ഉണ്ട് 2 കിലോൻ്റെ 2 കേക്ക് മുകളിൽ ഇതെല്ലാം ടൂട്ടി ഫ്രൂട്ടിയിലും വന്ന് നിൽക്കുന്നുണ്ടാ. ബാക്കി 5 കേക്ക് കൂടി അതേ സാധനത്തോടെ ഉണ്ടാക്കിയിട്ടുണ്ട്. മുട്ട മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ, അതുപോലെ മൈദയും. ബാക്കിയെല്ലാം അതിലുണ്ടായത് തന്നെ. കാരമലൈസ് ചെയ്ത പഞ്ചസാര, ടൂട്ടി ഫ്രൂട്ടി, അതെല്ലാം അതിൽ നിന്നും തന്നെ എടുത്തതാണ്.